ഇഷ്ടം പോലെ യൂസ്ഡ് കാറുകൾ, അതും നല്ല ക്വാളിറ്റി യൂസ്ഡ് കാറുകൾ മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഓണ സീസണിലാണ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു കാറില്ലാത്തവർക്ക് അതൊരു വിഷമം തന്നെയാണ്. പക്ഷേ ആ വിഷമം കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തവണ മാറ്റാം. നിങ്ങൾ നല്ലൊരു യൂസ്ഡ് കാർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ തിരയുന്ന മീഡിയം ബഡ്ജറ്റിലുള്ള 5 സീറ്റർ വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം തന്നെ ക്വാളിറ്റി വാഹനങ്ങളാണ്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാനും പറ്റും. കാര്യം മറ്റൊന്നല്ല, ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഷോറൂം നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ട്രൂ വാലി ഷോറൂമാണ്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് സ്ഥലം വരുന്നത്. ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. സർട്ടിഫൈഡ് വാഹനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. കാരണം ഇവർ ഒരുപാട് ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ്സായതിനു ശേഷം മാത്രമാണ് ഈ പറയുന്ന വാറണ്ടിയും ഫ്രീ സർവീസും നൽകുന്നത്. പിന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോണും കാര്യങ്ങളും ചെയ്തു തരും. നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലോണും കാര്യങ്ങളെല്ലാം തന്നെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് വാഹനങ്ങളെ സ്റ്റോക്കാണുള്ളത്. എല്ലാ വാഹനങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല യൂസർ കാറുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ഈ പരിസരത്ത് എറണാകുളം ഈ ഒരു പെരുമ്പാവൂർ ഭാഗത്തൊക്കെ നിങ്ങൾ നല്ല യൂസർ കാറുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഷോറൂം തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള യൂസർ കാറുകളുടെ വീഡിയോസും ഷോറൂമിൻ്റെ വീഡിയോസും കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ വാലി ഷോറൂമില്ലേ. ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത്തവണ സ്റ്റോക്ക് മാത്രമല്ല, ചെറിയ രീതിയിലുള്ള ഒരു ഓഫർ കൂടി ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റും? നമുക്കിപ്പോ ഓണം ഗിഫ്റ്റുകളാണ് വരുന്നത്. നമുക്ക് ആക്സസറീസ് ഗിഫ്റ്റുകളാണ് വണ്ടിയുടെ നമുക്ക് കസ്റ്റമറുടെ ഡെലിവറി ടൈമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, 5000 മുതൽ 10000 രൂപ റേഞ്ച് വരുന്ന ആക്സസറീസിന്റെ ഗിഫ്റ്റ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. ഏത് വണ്ടി എടുത്താലും കൊടുക്കും അല്ലേ? മാരുതി വാഹനമല്ല, ഏത് വാഹനം എടുത്താലും ഇവർ ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ആക്സസറീസ് കിറ്റ് ജെനുവിൻ ആണ് അല്ലേ? ജെനുവിൻ മാരുതി പ്രൊഡക്റ്റുകളായിരിക്കും വരും. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും വാഹനങ്ങൾ നമ്മൾ മാക്സിമം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് പെരുമ്പാവൂർ ട്രൂ വാലിയാണ്. പെരുമ്പാവൂർ ട്രൂ വാലി ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ സിഗ്നൽ MC റോഡിൽ ബദൽ സുലോക പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇത് ഹ്യുണ്ടായിയുടെ i20 അല്ലേ? അതെ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ i20 മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 32,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ അല്ലേ? 32,000 കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ. ഇത് എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് വരുന്നത് മാഗ്ന എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയന്റ് ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ കളറിനോട് അനുയോജ്യമായിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് പ്രൈസ് വന്നിട്ട് 630 ആണ് വരുന്നത്. 630. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയിട്ട് 80 മുതൽ 95% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. വാറണ്ടി ഉണ്ടോ? വാറണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇതിന് പോപ്പുലറിന്റെ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെയുള്ള വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോ ബ്രാൻഡ് വാഹനമാണ്, എന്നിട്ട് പോലും വാറണ്ടി കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇത് മാരുതി സ്വിഫ്റ്റ് അല്ലേ? ഏതാ മോഡൽ? ഇത് സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് ആണ്. 2020 മോഡലാണ് വണ്ടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 39,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXi ഓട്ടോമാറ്റിക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? VXi ഓട്ടോമാറ്റിക്കിനകത്ത് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് വരും. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ ആണ് വരുന്നത്. സ്റ്റീരിയോ കമ്പനി ഇൻബിൽഡ് വരും. ടിൽറ്റ് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് മാരുതി സർട്ടിഫൈഡ് വണ്ടിയാണ്. അപ്പോൾ വാറണ്ടി ഉണ്ടാവില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിന് നമ്മൾ മാരുതിയുടെ 6 മാസത്തേക്ക് അല്ലെങ്കിൽ 7500 കിലോമീറ്റർ വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെലിവറി എടുത്ത ശേഷം 3 ഫ്രീ സർവീസും ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 6,85,000 രൂപ വരുന്നത്. 6,85 ചോദിക്കുന്ന പ്രൈസ് ആണ്. അതിൽ നമുക്കിപ്പോൾ ഈ ഒരു ഓണ സീസണിൽ നിങ്ങൾ ഓഗസ്റ്റ് മാസം വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 10,000 രൂപ വരെ നമുക്ക് ആക്സസറീസ് ഞങ്ങൾ കൊടുക്കാൻ പറ്റൂല. ഇത് മാരുതിയുടെ സെലീറിയോ അല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ സെലീറിയോ ZXi ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വരുന്നല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ZXi ഓപ്ഷൻ മെയിൻ ആയിട്ട് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് വരും. ABS ബ്രേക്ക്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ബ്ലൂടൂത്ത് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരും. സ്റ്റിയറിംഗില് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മള് ഇതിന് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാറണ്ടി ഉണ്ട്. എത്ര വർഷത്തേക്കാ? 1 വർഷത്തേക്കുള്ള പോപ്പുലറിന്റെ വാറണ്ടി നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ചെക്ക് പോയിന്റും പാസ്സായാൽ മാത്രമാണ് വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുക. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 4 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. 4 ലക്ഷം. 395 വരെ നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ കൊടുക്കാം അല്ലേ? ഇത് മാരുതിയുടെ സെലീറിയോ ഓട്ടോമാറ്റിക് തന്നെയാണല്ലേ?
മോഡൽ എത്ര വരുന്നത്? ഇത് 2015 മോഡലാണ്. ഓക്കെ. 2015 മോഡൽ സെലീരിയോ VXA ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ? 51,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടി. 51,000 കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. VXA എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരും? VXA വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 3,95,000 രൂപ കൊടുക്കാൻ പറ്റും. മാക്സിമം നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? നമുക്കൊരു 70 റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്ത് പോകാം. ചെറിയ വാഹനം നോക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറി കഴിഞ്ഞു എക്സ്പ്രസോ അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ എക്സ്പ്രസോ VXA വേരിയന്റ് ആണ്. VXA വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പക്ഷെ 16,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 16,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ലോ കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ? ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇത് VXA വേരിയന്റിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും, ഡ്രൈവർ സൈഡ് എയർ ബാഗ്, ABS ബ്രേക്ക്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 4,15,000 രൂപയാണ് വരുന്നത്. 4,15 ചോദിക്കുന്ന പ്രൈസ് ആണ്. വാറണ്ടി കൊടുക്കുന്നു? വാറണ്ടി വരുന്നുണ്ട്. ഇത് മാരുതി സർട്ടിഫൈഡ് വാറണ്ടി നമുക്ക് 6 മന്തിലേക്ക് അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. സർവീസും വരുന്നുണ്ടോ? പിന്നെ 3 ഫ്രീ സർവീസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വണ്ടി എടുക്കുക, ഉപയോഗിക്കുക. ഇത് മാരുതിയുടെ വാഗനർ ആണ്. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ വാഗനർ VXA വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 51,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 51,000 കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം. ഇതിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരും? ഇത് വാഗനറിന്റെ VXA വരുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗും, 4 ഡോറും പവർ ഉണ്ടോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ടിൽറ്റ് സ്റ്റിയറിംഗ് വരും, സീറ്റ് കവർ അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ പവർ വിൻഡോസ്, പിന്നെ റിയർ വൈപ്പർ, ഡീഫോഗർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 4,35,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,35 ആണ്. ചെറിയതിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അതിന് വാറണ്ടി ഉണ്ടോ? പിന്നെ നമ്മൾ ഇതിന് മാരുതി സർട്ടിഫൈഡ് വാറണ്ടി 6 മാസത്തേക്ക് കൊടുക്കുന്നുണ്ട്. 6 മാസത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് തന്നെയല്ലേ? അതെ. മോഡല് ഇത് 2019 മോഡലാണ്. 1000cc എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. ഡാറ്റ്സൺ റെഡിഗോ S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? 5,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടി. വെറും 5,000 കിലോമീറ്ററോ? വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലേ? അതെ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക്കിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും, സ്റ്റീരിയോ വരും, സെൻട്രൽ ലോക്ക് വരും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരും, എയർ ബാഗ് വരുന്നുണ്ട്, പിന്നെ സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, ഷോറൂം കണ്ടീഷൻ ആണോ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 3,10,000 രൂപ വരുന്നുള്ളൂ. 3,10,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്കതിൽ ലോണും ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. പിന്നെ വാറണ്ടി കൊടുക്കും? വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 16 കിലോമീറ്റർ വരെ പോപ്പുലറിന്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ കമ്പനിയുടെ പഞ്ചിലെ. ഇത് ഏതാ മോഡൽ? ഏതാ? ഇത് 2022 മോഡല് ടാറ്റ പഞ്ച് അക്കംപ്ലിഷ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. 51,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 51,000 കിലോമീറ്റർ. പെട്രോൾ ഡീസൽ? പെട്രോൾ വേരിയന്റ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓക്കെ, മാനുവൽ അല്ലേ? നമുക്കിപ്പോ ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് ഒക്കെ വേണം പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ തന്നെ സെയിം വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് 2023 അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു വാഹനങ്ങൾ മാത്രമല്ല ഷോറൂമിലുള്ളത്. ഇവരുടെ പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പാണ്. അതിനനുസരിച്ചുള്ള സ്റ്റോക്കും കാര്യങ്ങളും നിലവിൽ ഇവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ മറ്റ് ബ്രാഞ്ചുകളിലുള്ള വണ്ടികളൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് 200 മേളിൽ നമുക്ക് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമർ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് വണ്ടികൾ കൊടുക്കാൻ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ എറണാകുളം ജില്ലയിൽ മാത്രം. അപ്പൊ നമുക്കിപ്പോ അവരുടെ ലിസ്റ്റ് നമുക്കിപ്പോ ഒരു വണ്ടി ചോദിച്ചു വന്നു കഴിഞ്ഞാൽ വേറെ ബ്രാഞ്ചിലുള്ള വണ്ടി നമുക്ക് ഇവിടെ കൊടുന്ന് കാണിച്ചു തരാൻ ഡെലിവറിക്കൊക്കെ പറ്റൂലേ? ഓക്കെ. ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരിക? ഇതിനകത്ത് വരുന്നത് ഇത് അക്കംപ്ലിഷ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈവേയിൽ പോകുമ്പോൾ ആക്സിലേറ്റർ പെഡലിന്റെ സിസ്റ്റം നമുക്ക് സ്റ്റിയറിംഗിൽ ഹാൻഡിലേക്ക് ആക്കുന്നതിന്റെ ഇതാണ് വരുന്നത് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് AC പവർ സ്റ്റിയറിംഗും, 4 ഡോർ പവർ ഉണ്ടോ, ഡ്യുവൽ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, പിന്നെ സീറ്റ് കവർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ എല്ലാം വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 6,35,000 രൂപയാണ് വരുന്നത്. 6,35,000 അല്ലേ? ഈ വണ്ടി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം. വാറണ്ടി കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഇതിന് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 16 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഉണ്ട്. മാരുതി കമ്പനി ഡീസൽ വാഹനം നിർത്തിയതോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾക്ക് വേണ്ടി തരികയാണല്ലേ? അതുപോലെ ഒരു വാഹനം ഇപ്പൊ നിലവിൽ സ്റ്റോക്കുണ്ട്, ഡീസൽ വാഹനം മാരുതി ബ്രസ. അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ ബ്രസ ZDI വേരിയന്റ് ആണ് വരുന്നത്.
ഫുൾ ഓപ്ഷൻ ആണോ? അതെ, ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നത് ZA പ്ലസിന്റെ തൊട്ട് താഴെയാണ് ZA വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഡീസൽ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 46,000 കിലോമീറ്ററോ? ഡീസൽ വാഹനമാണ്, അത്യാവശ്യം കിലോമീറ്റർ നമ്മൾ കുറച്ചുകൂടി കൂടുതലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വെറും 46,000 കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റോ വരാൻ തന്നെ ഇല്ല വണ്ടിക്കകത്ത്. പിന്നെ അതേപോലെ തന്നെ റെയർ കളർ കൂടിയാണല്ലേ, അവിടെ ഒന്നും കാണാൻ പറ്റാത്തൊരു കളർ കൂടിയാണ്. പിന്നെ ഈ ഒരു ZD എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിൽ ഫീച്ചേഴ്സ് വരുന്നത് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS ബ്രേക്ക്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്, ടിൽറ്റ് സ്റ്റിയറിംഗ്, പിന്നെ സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല? ഒന്നുമില്ല. ഇത് കമ്പനി അലവിലാണോ? ഇത് കമ്പനി അലവിലാണ് വരുന്നത്. കമ്പനി അലവിലടക്കം ZD കമ്പനി തന്നെ വരുന്നുണ്ട് അല്ലേ? ഇനി ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 8,20,000 നമുക്ക് പ്രൈസിങ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഓണം ഓഫറായിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് നമുക്ക് ഡീവിയേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പോരാത്തിന് ആദ്യം പറഞ്ഞ ആ ഒരു 10,000 രൂപയുടെ അക്സസറീസ് ഞാൻ കൊടുക്കില്ലേ? ഇതിനിപ്പോ എത്ര ഡിസ്കൗണ്ട് ചെയ്താലും അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചോദിച്ചു മേടിക്കുക. നല്ല ഹൈ ക്വാളിറ്റി ബലേന നിലവിൽ വരണ സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനം അല്ലേ? ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2021 മോഡൽ ബെൽനോ ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 29,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇത് ഡെൽറ്റ വേരിയന്റിൽ വരുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും തന്നെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ, സ്റ്റീരിയോ, സ്റ്റിയറിംഗിന് ഓഡിയോ കൺട്രോൾസ്, ബ്ലൂടൂത്ത് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, എക്സ്ട്രാ നമുക്ക് തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെ, ബാക്ക് വൈപ്പർ, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ നല്ല ടയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. ഏകദേശം ഒരു 90% ടയേഴ്സ് ഉണ്ടല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് 6,85,000 പ്രൈസിങ് വരുന്നത്. 6,87,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആണ്. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? നമുക്ക് ഒരു 85 to 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാം അല്ലേ? പിന്നെ അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം ചോദിക്കണം. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. നമ്മളിത് മാരുതി സർട്ടിഫൈഡ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. 6 മാസത്തേക്ക് അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വരെ മാരുതി സർട്ടിഫൈഡ് വാറണ്ടി ഉണ്ടാവും. ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഒട്ടനവധി ചെക്ക് പോയിന്റ് കാര്യങ്ങൾ പാസ്സായതിനു ശേഷം മാത്രമാണ് ഈ പറയുന്ന വാറണ്ടിയും സർവീസ് ഒക്കെ കൊടുക്കുന്നത്. നമുക്ക് 376 പോയിന്റ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് പോയിന്റ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാല്യൂഷൻ ചെയ്യാൻ വണ്ടി പർച്ചേസ് അത്രയും നോക്കിയിട്ടാണ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നത് അല്ലേ?